ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോയിലെ ചെയ്യുന്നത്. ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ. ഇന്ന് ഡിന്നർ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ടൊരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പിടി കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 2 സവാള, 2 ഇറച്ചിമുളക്, 2 പച്ചമുളക് ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. നമുക്ക് ചിക്കൻ ഡീഫ്രോസ്റ്റ് ചെയ്യണ്ടേ, അപ്പം നമുക്ക് ചിക്കൻ എടുത്ത് വെള്ളത്തിലോട്ട് ഇടാം. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനും കൂടെ ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇപ്പോഴേ ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ അല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതുപോലെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ സ്വല്പം പഞ്ചസാര ചേർക്കുമ്പോഴും നമ്മുടെ ചിക്കൻ്റെ ആ ടേസ്റ്റില്ല നന്നായിട്ട് എൻഹാൻസ് ചെയ്യും കേട്ടോ. അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ ഇശുക്കുട്ടി വിശക്കണമമ്മ എന്നും പറഞ്ഞ് ഓടിയൊരു വരവായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവൾക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് ഓംലെറ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മറിച്ചിട്ട് അവളുടെ എഗ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ സവാള എല്ലാം നല്ല വഴണ്ട നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വന്നിട്ട് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ കാശ്മീരി ആയതുകൊണ്ടാണ് ഈ ഒരു അളവ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം നന്നായിട്ട് ഇളക്കാം. അപ്പോഴത്തേക്ക് ഇശുക്കുട്ടി അമ്മ ഇവിടെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നോക്കാൻ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ അടുത്ത് വന്ന് നിന്നപ്പോൾ എനിക്ക് പേടിയാവും കേട്ടോ. അവൾ പുറത്തെങ്ങനെ ചൂട് തട്ടുന്നതെങ്കിലും മാറ്റി നിർത്തി. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മസാലയെല്ലാം വഴണ്ട് പച്ചമണമൊക്കെ മാറി ഈ ഒരു കുഴമ്പ് പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന 1 കിലോ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ആ മസാലയിൽ അത് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ പെരണ്ടൊന്ന് വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ടു സിം, അതായത് ഒരു 2ൻ്റെ ഇടയ്ക്ക് അങ്ങനെ വെച്ച് നമുക്ക് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിൽ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തുറന്നപ്പോൾ നല്ല മണം ഗൈസ്, അടിപൊളി. ആ ഗരം മസാലയുടെ ഒക്കെ നല്ലൊരു മണം അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്, ഞാൻ ചേർത്ത വെള്ളമല്ല കേട്ടോ ഇത്. നമുക്ക് ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പും മസാലയൊക്കെ കറക്റ്റാണോ എന്ന്. അപ്പോൾ നല്ല എല്ലാം പാകത്തിന് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇക്ക വന്നു കേട്ടോ. അങ്ങനെ ചായ വേണം സച്ചു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ചായ ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്കിനി കാപ്പിയൊന്നും ഉണ്ടാക്കാൻ നേരമില്ല. അങ്ങനെ ഓടിപ്പോയി ബറോട്ട വാങ്ങിക്കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് കണ്ടില്ല, നല്ല പെരണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഇക്കായും ഇശുക്കുട്ടിയും കഴിക്കാനായിട്ട് ഇരുന്നു. ഞാനും ഇരുന്ന് നല്ല അടിപൊളി ബറോട്ടയും പെരട്ട് കഴിക്കാൻ കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.